ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ വളരെ ടേസ്റ്റിയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ കോവക്കയും കൊണ്ട് ഒരു അടിപൊളി കോവക്ക മസാല ഒന്ന് തയ്യാറാക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഈ ഒരു കൂട്ടുമതി നമുക്ക് ധാരാളം ചോറിനാം, അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. സിമ്പിൾ ആൻഡ് ഈസി വേയിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു റെസിപ്പി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു അടിപൊളി കോവക്ക മസാലയുടെ റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കോവയ്ക്ക മസാല കൂട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ നമ്മുടെ പറമ്പിൽ നിന്ന് കുറച്ച് കോവയ്ക്ക പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ഞുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഞുറുക്കിയെടുക്കാം. ബാക്കിയുള്ള കോവയ്ക്കയും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അതൊന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നമ്മൾ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നതെന്ന്. അതിൻ്റെ രണ്ട് ഭാഗത്തെ ആ ടോപ്പ് ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നടുവിൽ നിന്ന് ഒരു 4 ഭാഗമായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മുറിച്ചതിന് ശേഷം നടുവിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ലെയറായിട്ടൊന്ന് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു പരുവത്തിൽ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നടുവിൽ നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. തീരെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് ചെറുതായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. മിഡിലും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുക്കാം. കോവയ്ക്ക എല്ലാം ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കടായി എടുക്കാം. കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഉലുവ ചേർക്കാം. ഉലുവ ഏകദേശം നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കാം. ജീരകം കൂടെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിക്കൊത്ത് ആഡ് ചെയ്യാം. മല്ലിക്കൊത്ത് ആഡ് ചെയ്തതിന് ശേഷം ഈ വകയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മല്ലിക്കൊത്തും ജീരകവും നമ്മുടെ ഉലുവായും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള ഞാനിവിടെ സ്ലൈസ് ചെയ്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് ലൈറ്റായിട്ടൊന്ന് കുക്കാവുന്നിടം വരെ നമുക്ക് ഒന്ന് സോട്ട് ചെയ്താൽ, അതായത് ഒരു ഡാർക്ക് ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി കേട്ടോ. ഇത് നോക്കിക്കോളൂ, ഏകദേശം ലൈറ്റായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് മസാല ആഡ് ചെയ്യാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യാം. കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ എരിവിൻ്റെ താല്പര്യം അനുസരിച്ച് എരിവ് നിങ്ങൾ ആഡ് ചെയ്തോളൂ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യുക. അത് ഓപ്ഷണലാണ്. ആഡ് ചെയ്ത ടേസ്റ്റ് നന്നായിട്ട് കിട്ടും കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയത് എല്ലാം മിക്സി ജാറിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ സെയിം കടായിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഞുറുക്കി വെച്ചിരിക്കുന്ന കോവയ്ക്ക നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മൾ മിക്സി ജാറിലാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിതം പേസ്റ്റ് ആക്കാം. ഇത് നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് പേസ്റ്റ് ഫോമിൽ നമ്മൾ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കോവയ്ക്ക ഒന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ലിഡ് ഓപ്പൺ ചെയ്യാം. നന്നായിട്ട് നമ്മുടെ കോവയ്ക്ക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ലൈറ്റായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഏകദേശം നന്നായിട്ടൊന്ന് കുക്കായതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റ് വീണ്ടും ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇടയ്ക്ക് ഗ്യാപ്പ് വിട്ട് ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത് 2-3 തവണ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കോവയ്ക്ക ഏകദേശം ഒന്ന് കുക്കായതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല കൂട്ട് നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മസാല എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും വിടർത്തി ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഗ്യാപ്പ് വിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിന് ശേഷം നമ്മുടെ കോവയ്ക്കായിലോട്ട് മസാല ഒന്ന് യോജിപ്പിച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നമ്മുടെ മസാലകളും ഉപ്പും നന്നായിട്ട് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. 5 മിനിറ്റിന് ശേഷം വീണ്ടും ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കോവയ്ക്ക മസാലക്കൂട്ട് ഇവിടെ റെഡിയാണ്. സർവിംഗ് പ്ലേറ്റിലോട്ട് ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കോവയ്ക്ക മസാലക്കൂട്ട് നമുക്ക് ചോറിൻ്റെ ഒപ്പം മാത്രമല്ല ചപ്പാത്തിയും പൂരിയുടെ കൂടെ നന്നായിട്ട് കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ എടുത്ത പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.